ജനാധിപത്യ മതേതര രാഷ്ട്രമായ നമ്മുടെ ഇന്ത്യയിൽ സാക്ഷാത്കാരത്തിൻ്റെ പേരിൽ, അതായത് ഏറ്റവും അധികം സാക്ഷരതയുടെ പേരിലും അതുപോലെ എന്തിൻ്റെ പേരിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അഹങ്കരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഓരോ മലയാളികളും അറിയേണ്ട കാര്യം കൂടിയാണ്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു കുടുംബത്തെ തന്നെ മാറ്റി നിർത്തുന്നു. ആ കുടുംബം പിന്നീട് ആ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. കേരള രാഷ്ട്രീയത്തിലെ അതിജീവനത്തിൻ്റെയും അതുപോലെ നിശ്ചയദാർഢ്യത്തിൻ്റെയും സമാനതകളില്ലാത്ത ഒരു പോരാട്ട ചരിത്രമാണ് കൊല്ലം ജില്ലയിലെ കുമ്മിൾ പഞ്ചായത്തിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്നതെല്ലാം. രാഷ്ട്രീയപരമായ വിയോജിപ്പുകളുടെ പേരിൽ ഒരു കുടുംബത്തെ ഒന്നടങ്കം തകർക്കാൻ ശ്രമിച്ചവർക്ക് മുമ്പിൽ ജനാധിപത്യത്തിന്റെ കരുത്ത് കൊണ്ട് തിരിച്ചടി നൽകാൻ ഒരച്ഛൻ്റെയും മകളുടെയും കഥയാണ് ഇനി പറയാൻ പോകുന്നത്. കുമ്മിൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി 28-കാരിയായ അശ്വതി ഉത്തമൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് കേവലം ഒരു അധികാര കൈമാറ്റം മാത്രമായല്ല കാണേണ്ടത്, മറിച്ച് ദശാബ്ദങ്ങളായി ആ മണ്ണിൽ നിലനിന്നിരുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ ശൈലിയുടെ കനത്ത പ്രഹരം കൂടിയാണ്. തൃക്കണ്ണാപുരം നീലക്കോട്ടേജിൽ പുരുഷോത്തമൻ എന്ന കർഷകൻ വർഷങ്ങളോളം അനുഭവിച്ച നിശബ്ദമായ വേദനകൾക്കും അപമാനങ്ങൾക്കും കാലം കരുതി വെച്ച മധുര പ്രതികാരമാണ് അശ്വതിയുടെ ഈ മധുരമാർന്ന വിജയം. ഈ രാഷ്ട്രീയ നാടകത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. CPM-ന്റെ കുമ്മിൾ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പുരുഷോത്തമൻ പാർട്ടിയുടെ നട്ടലായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഉൾപാർട്ടി ജനാധിപത്യത്തിലെ വീഴ്ചകളും അതുപോലെ വിവേചനങ്ങളിലും എല്ലാത്തിലും പ്രതിഷേധിച്ച് പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു. എന്നാൽ CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നതോടെ പുരുഷോത്തമന്റെയും കുടുംബത്തിന്റെ ജീവിതം നരകതുല്യമായ അവസ്ഥയിലേക്ക് മാറി മറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് അന്നൊരു പക്ഷേ പുരുഷോത്തമൻ പ്രതീക്ഷിച്ചു പോലും കാണില്ല. CPM-ന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന കുമ്മിളിൽ പാർട്ടിക്കെതിരെ നിലപാടെടുക്കുക എന്നുള്ളത് അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം കൂടിയായിരുന്നു. ഊരുവിലക്കുന്ന പ്രാകൃതവും ക്രൂരവുമായ ശിക്ഷാമുറയാണ് അന്ന് ആ കുടുംബത്തിന് നേരെ ഉപയോഗിക്കപ്പെട്ടത്. നാട്ടുകൂട്ടങ്ങളിൽ നിന്നും പൊതുചടങ്ങുകളിൽ നിന്നും അവർ മാറ്റി നിർത്തപ്പെട്ടു. അയൽവാസികൾ പോലും ആ കുടുംബത്തിനോട് സംസാരിക്കാൻ ഭയപ്പെടുന്ന സാഹചര്യമുണ്ടായി, സംസാരിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു കല്യാണത്തിനോ ഒരു മരണത്തിനോ പോലും പോകാൻ പറ്റാത്ത അത്ര ദുഷ്കരമായ സാഹചര്യം ഉടലെടുക്കുകയും ചെയ്തു. പുരുഷോത്തമൻ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ വിവരിക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം ക്രൂരമായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇത് അതിൻ്റെ പാരമ്യത്തിലെത്തുകയും ചെയ്യും. പോളിംഗ് ബൂത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന പുരുഷോത്തമനെ വളഞ്ഞിട്ടാക്രമിച്ച് വസ്ത്രങ്ങൾ വലിച്ചുരിയുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്യുന്നത് പതിവുമായിരുന്നു. രാഷ്ട്രീയ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മാറി മാറി അടിക്കുകയും അസഭ്യം നടത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴികൾ കൊട്ടിയടക്കപ്പെട്ടു. ഭീഷണി ഭയന്ന് സമാധാനമായി ഒന്നിടപെടാൻ പോലും ഒരാൾക്കും സാധിക്കാത്ത അത്രയും വരിഞ്ഞു പൊറുക്കപ്പെട്ട അന്തരീക്ഷത്തിലാണ് അശ്വതി വളർന്നു വന്നത്. വീട്ടിൽ നിന്ന് അച്ഛൻ പുറത്തു പോയാൽ തിരിച്ചു വരുന്നവരെ ഞങ്ങൾ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്നാണ് അശ്വതി പറഞ്ഞു വെക്കുന്നത്. അത്രത്തോളം ക്രൂരമായിരുന്നു അച്ഛൻ നേരിട്ട വധഭീഷണികളെന്ന് അശ്വതി ഇപ്പോഴും ഓർത്തെടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഈ ക്രൂരതയ്ക്കെല്ലാം സഹിക്കുമ്പോഴും പുരുഷോത്തമൻ തന്റെ മനസ്സിലൊരു ലക്ഷ്യം ഉറപ്പിച്ചു വെച്ചിരുന്നു. തന്നെയും തൻ്റെ കുടുംബത്തെയും വേട്ടയാടിയവർക്ക് മുന്നിൽ ജനകീയ കോടതിയുടെ അതിലൂടെ തന്നെ മറുപടി നൽകണം എന്നുള്ളത്. അതിനായി അദ്ദേഹം തൻ്റെ മകൾ അശ്വതിയെ പ്രാപ്തമാക്കിക്കൊണ്ടേയിരുന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ PG നേടിയ അശ്വതിയെ രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറക്കുമ്പോൾ പുരുഷോത്തമന് കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കണ്ണൂർ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തമായ പാർട്ടി ഗ്രാമമെന്ന് വിശേഷിക്കപ്പെടുന്ന ആനപ്പാറയിൽ കഴിഞ്ഞ തവണ അശ്വതി മത്സരത്തിനിറങ്ങി. അന്ന് കോൺഗ്രസിന് സംഘടനാപരമായ ഒരു സംവിധാനവും ഇല്ലായിരുന്നു എന്ന് കൂടി ഓർക്കേണ്ടതാണ്. ബൂത്തിൽ ഏജന്റായി ഇരിക്കാൻ പോലും ആളുകൾ മടിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന കാലത്ത് അശ്വതി നടത്തിയ പോരാട്ടം രാഷ്ട്രീയ കേരളത്തെ ഒന്നടങ്കം അമ്പരപ്പിക്കുന്നത് കൂടിയായിരുന്നു. വെറും 65 വോട്ടുകൾക്കാണ് അന്നവർ പരാജയപ്പെട്ടത്. ആ പരാജയത്തിലും തളരാതെ സമാനതകളില്ലാതെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച അശ്വതി എന്ന യുവതി നാടിനെ പ്രിയങ്കരിയായി മാറുന്ന സാഹചര്യമാണ് പിന്നീടുണ്ടായത്. ആ കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരം വാർഡിൽ നിന്നാണ് അശ്വതി മത്സരിച്ചത്. ഇടതുപക്ഷത്തിന് വിജയിക്കാൻ വേണ്ടി മാത്രം രൂപപ്പെടുത്തിയ വാർഡെന്നായിരുന്നു ഇതിനെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പോലും വിശേഷിപ്പിച്ചിരുന്നത്. അശ്വതിയെയും ഒപ്പമുള്ളവരെയും തടയാൻ വധഭീഷണികൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ CPM സ്വീകരിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ജനത ഈ പെൺകുട്ടിക്കൊപ്പം അണിനിരന്നതും തോളോട് തോൾ ചേർന്ന് നിന്നതും നെഞ്ചോട് ചേർത്ത് പിടിച്ചതും അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. വോട്ടെണ്ണൽ കേന്ദ്രമായ നിലമേൽ NSS കോളേജ് കെട്ടിടത്തിന് പുറത്ത് മകളുടെ വിജയം കാത്തിരിക്കുന്ന അവശനായ പുരുഷോത്തമന്റെ ചിത്രം കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ് മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് അവശനായ ആ കർഷകൻ തൻ്റെ വടിയും കുത്തി മകളുടെ വിജയത്തിനായി കാത്തുനിന്നത് നീതിയുടെ പുലർച്ചയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഒടുവിൽ 19 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അശ്വതി വിജയിച്ചപ്പോൾ അത് കുമ്മിളിന്റെ ചരിത്രത്തിൽ കോൺഗ്രസ് ലഭിച്ച ആദ്യത്തെ ഭരണമായി മാറുകയും ചെയ്തു. വിജയിച്ച അശ്വതിയെ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് രാഷ്ട്രീയപരമായ ഒരു വിപ്ലവം കൂടിയാണ്. പ്രസിഡന്റ് പദവി ജനറൽ സംവരണമായിരുന്നിട്ടും പാർട്ടിയിലെ സീനിയോറിറ്റികൾ പ്രാധാന്യം അശ്വതിയുടെ സഹനമാണെന്ന് കോൺഗ്രസ് വ്യക്തമായി തിരിച്ചറിഞ്ഞു. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഈ യുവതിയെ
പ്രസിഡന്റ് ആക്കുന്നതിലൂടെ കോൺഗ്രസ് വലിയൊരു സാമൂഹ്യ നീതിയാണ് നടപ്പിലാക്കിയത്. എൻ്റെ അച്ഛൻ്റെ വഴി നടക്കാൻ അനുവദിക്കാത്തവർക്ക് മുന്നിലൂടെ പ്രസിഡന്റ് ഔദ്യോഗിക വാഹനത്തിൽ അച്ഛനെയും കൂട്ടി ഞാൻ കടന്നു പോകും എന്ന അശ്വതിയുടെ വാക്കുകളിൽ ആ പോരാട്ടത്തിന്റെ തീക്ഷ്ണതയുണ്ടായിരുന്നു. കർഷകനായ പുരുഷോത്തമന് മകൾ പ്രസിഡന്റ് ആകുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ആശ്വാസം താൻ നേരിട്ട വർഷങ്ങളുടെ പീഡനത്തിന്റെ പരിഹാരം കൂടിയാണ്. അത്രത്തോളം ക്രൂരമായ മൃഗീയമായ ആക്രമണങ്ങൾക്കാണ് പുരുഷോത്തമൻ ഓരോ ദിവസവും ഇരയായിക്കൊണ്ടിരുന്നത്. പാർട്ടി ഗ്രാമമെന്നും പാർട്ടിയുടെ മാത്രം അടിത്തറയെന്നും പറഞ്ഞിരുന്ന അതേ സ്ഥലത്താണ് ഇപ്പോഴിതാ അവർ ത്രിവർണ്ണക്കൊടി പാറിച്ചുകൊണ്ട് ആ ജനങ്ങൾക്ക് മുന്നിലൂടെ നടന്നു പോകുന്നത്. ചരിത്ര താളുകളിൽ തൃക്കണ്ണാപുരത്തിന്റെ ആ പെൺകുരുത്ത് സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെടും. ഭയമില്ലാതെ സത്യത്തിനൊപ്പം നിന്നാൽ ഏത് വലിയ ശക്തിയെയും പരാജയപ്പെടുത്താമെന്ന് അശ്വതി ഉത്തമൻ തെളിയിച്ചിരിക്കുകയാണ്. ബൂത്ത് ഏജന്റിനെ പോലും ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തിയുന്ന ഒരു കാലത്തു നിന്നും ഒരു ജനതയാകെ ആത്മധൈര്യത്തോടെ മുന്നോട്ട് വന്നത് അശ്വതിയുടെ പോരാട്ടം കണ്ടുകൊണ്ട് മാത്രമാണ്. കുമ്മിൾ പഞ്ചായത്ത് രൂപീകൃതമായ കാലം മുതലുള്ള ഇടതുപക്ഷത്തിന്റെ ഏകാധിപത്യത്തിനാണ് ഇവിടെ അന്ത്യം കുറിക്കപ്പെട്ടത്. കൊല്ലം ജില്ലയിലെ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്നും ഉയർന്നു വന്ന ഈ രാഷ്ട്രീയ വിപ്ലവം കേരളത്തിലുടനീളമുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. അടിച്ചമർത്തപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും ശബ്ദമായി അശ്വതി ഇതിനോടൊക്കെ തന്നെ മാറിക്കഴിയുകയും ചെയ്തു. ഇന്ന് അശ്വതി പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ആ ചടങ്ങ് കാണാൻ മുൻനിരയിൽ തന്നെ പുരുഷോത്തമനും ഉണ്ടാകും. മുണ്ട് വലിച്ചൂരിയവരും മുഖത്തടിച്ചവരും പടിയിറക്കിയവരും അശ്വതിയുടെ കസേരയ്ക്ക് മുന്നിൽ വിനീതരായി നിൽക്കുമ്പോൾ അത് കാലം കാത്തുവച്ച കാവ്യനീതി കൂടിയാണ്. അക്രമത്തെക്കാൾ ഏറ്റവും ആയുധം അല്ലെങ്കിൽ ഏറ്റവും വലിയ ആയുധം ജനസേവനമാണെന്ന് അശ്വതി ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു. പീഡനങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട് അവസാനം ജനവിധിയിലൂടെ തന്റെയും തന്റെ കുടുംബത്തിന്റെയും മാന്യത തിരിച്ചു പിടിച്ച അശ്വതി ഉത്തമൻ എന്ന പെൺകരുത്തിന് കേരളം ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. തൃക്കണ്ണാപുരത്തിന്റെ മണ്ണിൽ ഇനി വിരിയുക ഭയത്തിന്റെ നിഴലില്ലാത്ത പുലരികളായിരിക്കുമെന്നും പുലരികൾ ആവണമെന്നുമാണ് അശ്വതി ആഗ്രഹിക്കുന്നത്. നാം ആലോചിക്കണം, ഇവിടെ കേരളത്തിൽ ഇപ്പോഴും സാംസ്കാരിക കേരളമെന്ന് നാം ആവേശത്തോടെ പറയുന്ന വാഴ്ത്തിപ്പാടുന്ന നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം ഒരു കുടുംബത്തെ ഒന്നടങ്കം മാറ്റി നിർത്തുകയും ഒപ്പം തന്നെ ആ കുടുംബത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുകയും ആ കുടുംബത്തെ ഊരുവിലക്ക് എന്ന പേരിൽ വിളിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ പോലും മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും അയൽവാസികളോട് മിണ്ടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയും മാറി മാറി ആക്രമിക്കുകയും പൊതുനിരത്തിൽ മുണ്ട് വലിച്ചൂരുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്ന നമ്മുടെ ഈ കേരളത്തിൽ അപ്പോഴും പറയുന്നത് ഇത് സാംസ്കാരിക കേരളമെന്നാണ്. അവർക്കെല്ലാമുള്ള മുഖമടച്ചുള്ള അടിയാണ് ഇന്ന് അശ്വതി ഉത്തമന്റെ ഈ വിജയം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ കേരളം കാത്തുവെച്ച ഒരു കാവ്യനീതി കൂടിയാണ്. അശ്വതി ഉത്തമൻ എന്നൊരു പെൺകരുത്ത് ഇന്ന് നേടിയിരിക്കുന്നത് ഒരു പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല, തൻ്റെ കുടുംബത്തിന് നേരെ ഉണ്ടായ കാലങ്ങളായുള്ള അതിക്രമങ്ങൾക്കും ക്രൂരമായ അക്രമങ്ങൾക്കുമെല്ലാം എതിരെയുള്ള മധുര പ്രതികാരം കൂടിയാണ്. ആ പ്രതികാരമാണ് ഇന്ന് അശ്വതി പഞ്ചായത്ത് പ്രസിഡന്റായി ആ കസേരയിൽ ഇരിക്കുന്നത്. അതിന് ഒരുപക്ഷെ കാലം നൽകിയൊരു കാവ്യനീതി എന്ന് കൂടി ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. തങ്ങളെ ആരെല്ലാം മാറ്റി നിർത്തിയോ, തന്നെ ആരെല്ലാം പിന്നിൽ നിന്ന് കുത്തിയോ, തന്നെ ആക്രമിക്കാൻ ആരെല്ലാം മുതിർന്നോ അവർക്ക് മുന്നിലൂടെ കൊടിവെച്ച കാറിൽ ഇനി അശ്വതി പോവും, അതും പഞ്ചായത്ത് പ്രസിഡന്റായി. അതായത് ആരൊക്കെ എതിർത്തു നിന്നോ, ആരൊക്കെ പരസ്യമായി ആക്രമിച്ചോ, ആരെല്ലാം വെല്ലുവിളിച്ചോ, ആരെല്ലാം വധഭീഷണി മുഴക്കിയോ അവർക്കെല്ലാം മുന്നിലൂടെ ഇനി അശ്വതി പഞ്ചായത്ത് പ്രസിഡന്റായി അവിടെ ആ കസേരയിരിക്കുമ്പോൾ അവർക്കെല്ലാമുള്ള മുഖമടച്ചുള്ള അടിയായി ഇതിനെ കാണുകയും വേണം. ഇതാണ് ജനാധിപത്യം. ജനാധിപത്യം എന്നാൽ ഇങ്ങനെയായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾ കാണേണ്ട കാഴ്ച കൂടിയാണ്. കാരണം ഒരു കുടുംബം ഒന്നടക്കം അനുഭവിച്ച കാലങ്ങളായുള്ള അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെല്ലാം ഇപ്പോഴത്തെ ജനാധിപത്യത്തിലൂടെ വിധി ലഭിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തിലൂടെ ഇപ്പോഴത്തെ സുവർണ നിമിഷം ഉണ്ടായിരിക്കുകയാണ്.